വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എത്തിക്കാൻ നീക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായാണ് വിവരം. അതേസമയം മുന്നണി വിടേണ്ടെന്ന നിലപാടിലാണ് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. മുന്നണിയിൽ മാറ്റമില്ലെന്നും ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്നും റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എത്തിക്കാനാണ് നീക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുമായൊക്കെ പ്രാഥമിക ചർച്ച നടത്തിയതായിട്ടൊക്കെ വിവരം ലഭിക്കുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? ഒരു അഭ്യൂഹം പുറത്ത് പരന്നു തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ കേന്ദ്ര വിരുദ്ധ സമരം LDF സംഘടിപ്പിച്ചിരുന്നു. ആ സമരത്തിൽ നിന്നും ജോസ് കെ മാണി വിട്ടുനിന്നിരുന്നു. മാത്രവുമല്ല, ഈ വിട്ടുനിന്നത് തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തു. പ്രധാനമായും ഈ LDF-ലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് കേരള കോൺഗ്രസ് എം. മധ്യ കേരളത്തിൽ നിർണായകമായ സാന്നിധ്യം കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം ഇന്നലെ സമരത്തിൽ നിന്നും വിട്ടുനിന്നത് വലിയ തരത്തിൽ ചർച്ചയായി. പക്ഷേ ഈ സംബന്ധിച്ച വിവരങ്ങൾ LDF-ലെ മറ്റ് ഘടകകക്ഷികൾ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പോകും എന്ന് ഉറപ്പിച്ച് തന്നെ ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. തൊട്ട് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും തുടരും എന്ന് പറഞ്ഞ LDF നേതാക്കന്മാർക്കൊപ്പം ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തോട്ടായിരുന്നു സംസാരിച്ചത്. ഇത്തരത്തിൽ ഇപ്പോഴും UDF-നൊപ്പം വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് VD സതീശനും ലീഗിലെ ചില നേതാക്കന്മാരും കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണിയുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ ഈ ചർച്ചകൾ ശരിയായി നടന്നിട്ടുണ്ട് എങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു വിഭാഗം UDF-നൊപ്പം ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ മധ്യ കേരളത്തിൽ വലിയ തരത്തിലുള്ള പരാജയം കേരള കോൺഗ്രസ് എമ്മിന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 ഇടങ്ങളിൽ മത്സരിച്ചതിൽ 5 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കേരള കോൺഗ്രസ് എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച സീറ്റുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ UDF വിട്ടതുകൊണ്ടാണ് എന്ന തരത്തിൽ ഒരു വിഭാഗം നേതാക്കളും അണികളും കേരള കോൺഗ്രസ് എമ്മിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം നേതാക്കന്മാരും ജോസ് കെ മാണിയും ഉൾപ്പെടെയുള്ളവർ UDF-ലേക്ക് വരാനുള്ള സാധ്യത കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല. ഇന്നലെ തന്നെ ലീഗിൻ്റെ മുതിർന്ന നേതാവ് PMS സലാം ഉൾപ്പെടെയുള്ളവർ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യും, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വന്നാൽ തന്നെയും അതിശയപ്പെടേണ്ട സാഹചര്യം ഇല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF-ൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു UDF-ൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു കേരള കോൺഗ്രസ് എം. പ്രത്യേകിച്ചും ചില പ്രത്യേക സാഹചര്യത്തിൽ KM മാണി ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ് ഈ UDF-ൽ നിന്നും വിട്ടുപോയതും. പിന്നീട് UDF-ന് ഒപ്പം ചേരുന്നതിന് വേണ്ടി ചർച്ചകൾ നടന്നെങ്കിലും അത് കൃത്യമായി ഫലവത്തായില്ല. അതേസമയം റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും UDF-ലേക്ക് പോകണ്ട എന്ന കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ 2 MLA-മാരൊഴികെ മറ്റ് 3 MLA-മാരും ഇതുവരെയായും അവർ മനസ്സ് തുറന്നിട്ടില്ല. പ്രത്യേകിച്ചും ജയരാജ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ നിയമസഭയിൽ വിപ്പിൻ്റെ സ്ഥാനത്ത് ഉള്ളവരാണ്. ഇവരാരും തന്നെ ഒന്നും തുറന്നു പറയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ കൂടി വിട്ടത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടിയായി. പ്രതീക്ഷകൾ ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയുണ്ടാക്കിക്കൊണ്ട് UDF-ലേക്ക് എത്തിക്കുക എന്നൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. ഓരോ ദിവസവും UDF-ലേക്ക് വരുന്ന പുതിയ കക്ഷികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കാരണം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്
PV അൻവറിനെ UDF-ൽ ഉൾപ്പെടുത്തി. ഒപ്പം CK ജാനു വന്നിരിക്കുന്നു. അങ്ങനെ UDF-ലേക്ക് വരുന്ന ഘടകകക്ഷികളുടെ എണ്ണം കൂടുന്നു. UDF-ൽ വിശ്വാസം കൂടിക്കൊണ്ട് പലരും വരാനുള്ളൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. നിലവിൽ ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് UDF-നകത്ത് ഘടകകക്ഷികളുടെ എണ്ണം കൂടിയാലും അതിശയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനകത്തൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് UDF-ലേക്ക് പോകുന്നത് സംബന്ധിച്ച പ്രതിസന്ധിയാണെന്ന് തന്നെ കോൺഗ്രസ് എമ്മിലെ നേതാക്കന്മാർ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഒരു ഭിന്നതയുണ്ടാകുമോ, കേരള കോൺഗ്രസ് ഭിന്നിച്ച് രണ്ടാകുമോ, അതോ ഒറ്റക്കെട്ടായിട്ട് UDF-ലേക്ക് പോകുമോ എന്ന കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഒരു സജീവ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം LDF യോഗത്തിലാണ് ഒരു കേരള യാത്ര നടത്തുന്നതിന് വേണ്ടി LDF യോഗം തീരുമാനിച്ചത്. അതിൽ മധ്യമേഖലയുടെ പൂർണ്ണ ചുമതലക്കാരൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവായ ജോസ് കെ മാണി ആയിരുന്നു. ജോസ് കെ മാണി ഇനി ഈ ജാഥയിൽ പങ്കെടുക്കുമോ, യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഒരു ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയാണ്.